കോഴിക്കോട്ടേക്ക് പോയാൽ മുഴിക്കലിൽ 16-കാരി നസ്രിയ കൊല്ലപ്പെട്ട കേസിൽ ദുരൂഹത ഏറുകയാണ്. കിണറ്റിൽ നിന്ന് കണ്ടെടുത്ത ഫോൺ പരിശോധനയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. കൊലപാതകത്തിന് ശേഷം നസ്രിനയുടെ ഫോണിൽ നിന്ന് അദ്നാന്റെ സുഹൃത്തിന് വാട്സാപ്പ് സന്ദേശം അയച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. വർഷ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അമൽ, മൂഴിക്കൽ കൊലപാതകം സംബന്ധിച്ച് ഓരോ ദിവസവും ഈ ദുരൂഹത ഏറുകയാണ്. പല രീതിയിലാണ് കേസിലെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വരുന്ന ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ ഫോണുമായി ബന്ധപ്പെട്ടാണ്. അതായത് മരിച്ച നസ്രീനയുടെ ഫോൺ കിണറ്റിൽ നിന്നും കണ്ടെടുത്തിരുന്നു. ഇതിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഈ അദ്നാൻ മരിച്ചു എന്ന് പറഞ്ഞാണ് നസ്രിയുടെ ഫോണിൽ നിന്നും അദ്നാൻ തന്നെ സുഹൃത്തിന് മെസ്സേജ് അയച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതായത് 1:45 അദ്നാൻ മരിച്ചുവെന്നും ഇനി നിങ്ങൾക്ക് കിട്ടാനുള്ള പണം ലഭിക്കില്ല എന്നുമുള്ള ഈ സന്ദേശമാണ് അയച്ചിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം പോലീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെളിവ് നശിപ്പിച്ചു എന്നുള്ള പോലീസിന്റെ സംശയം തന്നെയാണ്. കാരണം ഈ നസ്രീനയും അദ്നാനും മരിച്ച ശേഷം തെളിവ് നശിപ്പിക്കാൻ ആരോ ശ്രമിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ സംശയം. ഇത് സംബന്ധിച്ചാണ് ഇനി അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും കുടുംബാംഗങ്ങളുടെ എല്ലാം മൊഴി വീണ്ടും രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ പല രീതിയിലുള്ള വഴിത്തിരിവാണ് കേസിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഈ ബന്ധുക്കളായിട്ടുള്ള നസ്രീനയാണ് അദ്നാൻ കൊലപ്പെടുത്തിയത്. ശേഷം വീട്ടിലുണ്ടായിരുന്ന അദ്നാൻ രക്ഷപ്പെടാൻ പല മാർഗങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊന്നും തയ്യാറാകാതെ ഈ അദ്നാൻ ജീവൻ ഒടുക്കുകയായിരുന്നു. ഇതിലെല്ലാം ദുരൂഹത പോലീസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം ഗിരീഷാണ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.